സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് ഇങ്ങനെയുള്ള അപകടങ്ങൾ നടക്കുമ്പോഴാണെന്ന് മാത്രം. ഈ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കാത്തതാണ് പല അപകടങ്ങളിലേക്കും നയിക്കുന്നത്, അല്ലെങ്കിൽ അപകടങ്ങളുടെ മൂല കാരണം. ബഹുനില കെട്ടിടങ്ങളാകുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ്. ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ, അവിടെ താമസം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത്. ഒരു കെട്ടിടത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ ഉറപ്പാക്കേണ്ടത് അഗ്നിസുരക്ഷാ സംവിധാനമാണ്. അതായത് അഗ്നിസുരക്ഷാ സംവിധാനം ഉണ്ടോ എന്ന് ഉറപ്പാക്കി അതിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷമാണ് ഒരു കെട്ടിടത്തിന് NOC ലഭിക്കുന്നത് തന്നെ. അതായത് സുരക്ഷാ സംവിധാനം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വേണം എന്നത് കൂടി പറയാം. ഫയർ എക്സ്റ്റിംഗ്വിഷർ, സ്മോക്ക് അലാം, സ്പ്രിംഗ്ലറുകൾ, ഹൈഡ്രൻസ്, ഇതൊക്കെ ഉറപ്പാക്കണം. ഉയരമുള്ള കെട്ടിടങ്ങളാകുമ്പോഴാണ് അപകട സാധ്യത കൂടുതൽ. ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലറുകൾ അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യമാണ്. അഗ്നിശമന സേനയോ മറ്റ് സഹായമോ എത്തുന്നതിന് മുൻപ് തീ പടരുന്നത് ഒരു പരിധിവരെ തടയാൻ ഇത് സഹായിക്കും. രണ്ടാമത്തേത് അഗ്നിസുരക്ഷാ നിയമങ്ങളാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാണ് അഗ്നിസുരക്ഷാ നിയമങ്ങൾ. അപകട സാധ്യത തിരിച്ചറിയുക, സുരക്ഷാ നടപടികൾ കൃത്യമാക്കുക എന്നിവയാണ് ലക്ഷ്യം. നിയമം ഉണ്ടായാൽ മാത്രം പോരാ, അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. പലപ്പോഴും നിയമമുണ്ട്, അത് അവിടെ തന്നെ ഇരിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. മൂന്നാമത്തേത് ഫയർ ഡ്രില്ലാണ്. ഫയർ ഡ്രില്ലുകൾ അത്യാവശ്യമായി നടപ്പാക്കേണ്ടതാണ്. അതായത് പരിഭ്രമിക്കാതിരിക്കാൻ, തയ്യാറാകാൻ, ഉത്തരവാദിത്തം മനസ്സിലാക്കാൻ, അതിനൊക്കെ വേണ്ടിയാണ് ഈ മോക്ക് ഫയർ ഡ്രില്ലുകൾ സഹായിക്കുന്നത്. അലാറത്തിൻ്റെ ശബ്ദം, ഡയൽ ചെയ്യാനുള്ള നമ്പറുകൾ, പുറത്തു കടക്കാനുള്ള വഴികൾ, ഇതൊക്കെ പരിചിതമാക്കുന്നതിനാണ് ഫയർ ഡ്രിൽ. ഇതിന് ഫയർ ഡ്രില്ലുകൾ ഉറപ്പാക്കേണ്ടത് ഓരോ കെട്ടിടത്തിൻ്റെയും സുരക്ഷിതത്വത്തിന് അത്യാവശ്യമാണ്. പരിശോധനയും സുരക്ഷാ ഓഡിറ്റുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഉപകരണങ്ങൾ സ്ഥാപിച്ചാൽ അഗ്നിസുരക്ഷ നമുക്ക് ഉറപ്പാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പതിവ് പരിശോധന, അതും സമയബന്ധിതമായി നടപ്പാക്കണം. അഗ്നിശമന സേനയോ അധികൃതരോ ഈ പരിശോധനയ്ക്ക് എത്തണം. പരിശോധന നടത്താൻ അപ്രതീക്ഷിതമായുള്ള സന്ദർശനമാണ് ഏറ്റവും നല്ലത്. കൃത്യസമയത്ത് ഉപകരണങ്ങളൊക്കെ അറ്റകുറ്റപ്പണി ചെയ്ത് എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. മറ്റൊന്ന്, അപകടമുണ്ടായാൽ പുറത്തേക്ക് ഇറങ്ങേണ്ട സ്ഥലം ഏതാണ്, ഏത് വഴിക്കാണ് പോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പുറത്തേക്കുള്ള വഴിയും മീറ്റിംഗ് പോയിന്റും. കെട്ടിടങ്ങളിൽ പുറത്തേക്ക് പോകേണ്ട വഴി അതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തണം. വഴിയിലൊന്നും തടസ്സമുണ്ടാകാൻ പാടില്ല. കെട്ടിടത്തിന് പുറത്ത് സുരക്ഷിതമായ ഒരു മീറ്റിംഗ് പോയിന്റും ഉണ്ടായിരിക്കണം. അവിടെയുള്ള താമസക്കാരെല്ലാവരും ഇത് അറിഞ്ഞിരിക്കുകയും വേണം. നമ്മൾ കണ്ടതാണ് രക്ഷാപ്രവർത്തനം വെല്ലുവിളിയാകുന്നത്. ഈ അപകടത്തിൽ മാത്രമല്ല, പല അപകടങ്ങളിലും. ഉയരമുള്ള കെട്ടിടങ്ങളാകുമ്പോഴാണ് ഈ രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളിയായി മാറുന്നത്. എമർജൻസി എക്സിറ്റുകളിലൂടെയും ഗോവണികളിലൂടെയും ഒക്കെ താഴെ എത്തുക എന്ന് പറയുന്നത് ശ്രമകരമാണ്, സമയമെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ മുകളിലത്തെ നിലയിൽ നിന്നൊക്കെ പലരും താഴേക്ക് ചാടുന്നതൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് കുവൈറ്റിലെ മംഗഫിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം. അതോടൊപ്പം തന്നെ പുകപടലങ്ങൾ ഇങ്ങനെ ഉയരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോവണി വഴി താഴേക്ക് ഇറങ്ങുന്നതിനുമൊക്കെ വലിയ ബുദ്ധിമുട്ട് അവിടെ അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ സംവിധാനങ്ങൾ ഒരുക്കുക, സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്.